നമസ്കാരം. തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ദീപാവലിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ്. തമിഴരുടെ ദേശീയ ഉത്സവം എന്ന് പറയുന്നത് പൊങ്കലാണ്. അത് മകരമാസത്തിൽ ഉണ്ടാകുന്ന പൊങ്കൽ ദിവസം എന്ന് പറയുന്ന അവരുടെ കാർഷിക വിളവെടുപ്പിന്റെ മാസപ്പിറവിയുടെയും കൂടെ ദിനമായിരുന്നു. എന്നാൽ ദീപാവലി ആകട്ടെ അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ്. ദേശീയ ഉത്സവമായ ദീപാവലി തമിഴരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവ ദിനമാണ്. അതിനെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പാണ് തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഒരാഴ്ച ഉണ്ടായ കടുത്ത കാലാവസ്ഥ കാരണം മഴ നീണ്ടു നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ നല്ല മേഘം മൂടലുണ്ട്, മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും എന്ത് മഴ പെയ്താലും കാലാവസ്ഥയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ദീപാവലി ആഘോഷിക്കാതെ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന പ്രതിജ്ഞയെടുത്ത് തമിഴ് ജനത ഒന്നടക്കം ദീപാവലി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിപ്പോൾ കാണുന്നത് പാളയംകോട്ട മാർക്കറ്റാണ്. തിരുനെൽവേലി ജില്ലയിലെ പാളയംകോട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. ദീപാവലി ആഘോഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടെങ്കിലും വടക്കേ ഇന്ത്യയിൽ ഒരു ശൈലിയും തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ മറ്റൊരു ശൈലിയുമാണ് ആവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ ദീപാവലി ആഘോഷത്തിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നോൺ വെജിനാണ്. ദീപാവലി ദിനത്തോടനുബന്ധിച്ചുള്ള നഗരത്തിലെ വിവിധ വ്യാപാരശാലകളിലെ മുന്നിലുള്ള തിരക്കാണ്. എന്നാൽ വ്യാപാരശാലയ്ക്കകത്താണെങ്കിൽ ഒരു പെരുന്നാളിൻ്റെ ആളുണ്ട്. വസ്ത്ര വ്യാപാരശാലയിലേക്ക് ഒരു തരത്തിലും നമുക്ക് പ്രവേശിക്കാനാവാത്ത തരത്തിലുള്ള തിരക്കാണ് വസ്ത്രവ്യാപാരശാലകളിൽ അനുഭവപ്പെടുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കാലാവസ്ഥ വീണ്ടും ചതിക്കുമെന്നാണ് തോന്നുന്നത്. മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. പകല് മഴ ഒന്ന് മാറി നിന്നു, പക്ഷെ എന്നാലും അത് വീണ്ടും പൂർവാവിക ശക്തിയോടെ മടങ്ങി വരുന്നതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും പടക്കത്തിൻ്റെ ഹോൾസെയിലുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ റീറ്റെയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് അത് തീർച്ചയായിട്ടും പ്രശ്നം തന്നെയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ കൊണ്ട് ഇത് കൂട്ടിക്കും, അല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ട് വിറ്റ് തീർക്കും. അങ്ങനെയൊക്കെ അവർക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു മറ്റൊരു ടെക്സ്റ്റൈൽസാണ്. കടയുടെ പേര് കെ ചിന്നതുരയെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ തിരക്കെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കടയുടെ പുറമേ ഉള്ള തിരക്കാവട്ടോ. കടയുടെ അകത്ത് ടെക്സ്റ്റൈലിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റിയല്ല, അത്രത്തോളം ആളും ബഹളമാണ്. അവർക്ക് ദീപാവലി എന്ന് പറയുമ്പോൾ അവർക്ക് പുതിയ കോടി വേണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇത് മറ്റൊരു ടെക്സ്റ്റൈൽസാണ്, ദി ചെന്നൈ സിൽക്സ്. അതിൻ്റെയും കാര്യം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു പെരുന്നാളിൻ്റെ ആളുണ്ട് കടയുടെ മുമ്പിൽ തന്നെ. പിന്നെ കടയുടെ അകത്തെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു ധരിപ്പിക്കേണ്ടതില്ല. ദീപാവലിക്ക് പുതിയ കോടി ധരിക്കണം എന്നത് ആചാരവിശ്വാസത്തിൽ കുറിക്കപ്പെട്ട ഒരു അധ്യായമാണ്. അതിൻ്റെ ഭാഗമായി പുതിയ കോടി നിർബന്ധമായും എടുക്കുകയും ഒപ്പം തന്നെ അല്പം കൂടി സാമ്പത്തിക ഭദ്രത ഉള്ളവർ സ്വർണം വാങ്ങിക്കുകയും പാരമ്പര്യമായി തുടർന്നുകൊണ്ട് അത്തരം പാരമ്പര്യ ശൈലി ഇന്നും ഈ തമിഴ് സമൂഹം തുടരുന്നതിൻ്റെ ഭാഗമാണ് ദീപാവലിയുടെ ആഘോഷം. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള മലയാളികൾ ധാരാളം ചികിത്സ തേടിയെത്തുന്ന ഒരു ആശുപത്രി മന്ദിരമാണ് നമ്മുടെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത്. താമിരപരണി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന അരവിന്ദ് ഐ ഹോസ്പിറ്റലാണ് നമ്മുടെ ദീപം FIS ചാനലിലൂടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കാണുന്നതാണ് തിരുനെൽവേലി നഗരമധ്യേ ഒഴുകുന്ന താമിരപരണി നദിയുടെ കുറുകെയുള്ള ഓവർ ബ്രിഡ്ജ്.
തിരുനെൽവേലിയുടെ തിലകക്കുറിയായ തിരുനെല്ലേപ്പർ ക്ഷേത്രവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത്, വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത്. ദീപാവലിയോടനുബന്ധിച്ചുള്ള ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങളുടെ ധാരാളം ജനങ്ങൾ ഒരേ സമയം നഗരത്തിൽ വരുന്നത് കൊണ്ടും അവരുടെ ദീപാവലി ആഘോഷങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുവാനായി എത്തിച്ചേരേണ്ട സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം നഗരങ്ങളിൽ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് തിരക്ക് അനുഭവപ്പെടുന്നതിൻ്റെ കാര്യം. മുമ്പേ ഞാൻ പറഞ്ഞ നെല്ലേപ്പർ ആൻഡ് ഗാന്ധിമതി ദേവി തുടങ്ങിയ ക്ഷേത്രത്തിൻ്റെ ഒരു കവാടമാണ്, തെക്കൻ കവാടമാണ്. ഈ ക്ഷേത്രത്തിന് 4 കവാടങ്ങളുണ്ട്. മധുര ക്ഷേത്രത്തിന് കവാടമുള്ള പോലെ തന്നെ 4 കവാടമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കവാടമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറേ തന്നെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പോത്തീസ് എന്ന് പറയുന്ന ഒരു വസ്ത്ര വ്യാപാരശാല. ഇത് ഈ ഭാഗത്ത് വളരെ വലിയൊരു വസ്ത്ര വ്യാപാരശാലയാണ്. ഇവിടെ ഈ പറയുന്ന പെരുന്നാളിനുള്ള ഈ കാണുന്ന തിരക്കെല്ലാം മിക്കവാറും ആ പോത്തീസിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നവരാണ്. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം വ്യാപാരികൾ വ്യാപാരം ക്ലോസ് ചെയ്ത് പോകുന്നത് തന്നെ മിക്കവാറും നേരം പുലർന്നിട്ടായിരിക്കും. 2 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും. അത്രത്തോളം ഉള്ള സെയിൽ ഇവർക്കുണ്ട്. നമ്മുടെ അവിടുത്തെ പോലെയല്ല. നമ്മുടെ ഇവിടെയൊക്കെ ഓണമായാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടുകൾക്ക് മടങ്ങും. അതിൽ കവിഞ്ഞുള്ള പർച്ചേസിംഗ് ഒന്നും നമുക്ക് ആർക്കുമില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ രാത്രി 2 മണി ആയാലും 3 മണി ആയാലും ഇവരുടെ പർച്ചേസ് തീരുകയില്ല. മിക്കവാറും ചിലരൊക്കെ സാധാരണക്കാർ രാത്രി 10 മണിക്കായിരിക്കും പർച്ചേസിങ്ങിന് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരുടെ വ്യാപാരശാലകളൊക്കെ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ 2 മണി 3 മണി ആയെന്നിരിക്കും. അതാണ് തമിഴ്നാടിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടി. നഗരമധ്യയുള്ള ഈ ജനഒഴുക്ക് അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയല്ല. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ദീപാവലിയോട് അനുബന്ധിച്ചുള്ള ദിവസം തമിഴ്നാട്ടിൽ ഉടനീളം കാഞ്ചീപുരം തുടങ്ങി കന്യാകുമാരി വരെയുള്ള പ്രദേശത്തെ ഇതേ സ്ഥിതി തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ് ഈ കട. തിരുനെൽവേലിയിലെ ഒരു പ്രത്യേകതയുള്ള കടയാണ്. തിരുനെൽവേലിയിലെ അലുവ വ്യാപാരത്തിൽ പ്രഗത്ഭരായ ശ്രീ കൃഷ്ണ സിംഗ് സ്വീറ്റ് സ്റ്റാളാണ്. ഈ കടയിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സന്ധ്യ നേരത്താണ് അലുവ വിതരണം തുടങ്ങുന്നത്. ചൂടലുവ സന്ധ്യ സമയത്ത് ചൂടലുവ തുടങ്ങിയാൽ വ്യാപാരം തുടങ്ങി ഏതാണ്ട് ഒരു 6 മണിയാകുമ്പോൾ കട തുറക്കും. അതിന് 9 മണിയാകുമ്പോൾ ഈ കട അടയ്ക്കും. അതിനുള്ള സെയിലേ ഉള്ളൂ. ധാരാളം ഈ സമയം കൊണ്ട് ഏതാണ്ട് ഒരു 50,000 രൂപയുടെ സെയിൽ നടക്കുന്ന ഒരു ചെറിയൊരു പ്രസ്ഥാനമാണ്. കടയുടെ പേര് തന്നെ ഇരുട്ടുകട അലുവ എന്നോ മറ്റോ ആണ്. ഈ കട സ്ഥിതി ചെയ്യുന്നത് സാക്ഷാൽ തിരുനെല്ലേപ്പർ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയാണ്. ഈ പേരിൽ തന്നെ വേറെയും ഒരുപാട് ഹലുവ കടകൾ ഈ പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു കടയാണ് ആദ്യകാലം മുതലേ ഉള്ള ഇങ്ങനെ ഒരു ഹലുവയ്ക്ക് പ്രശസ്തി നേടിക്കൊടുത്ത കടയെന്ന് നഗരവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതും ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കവാടമാണ്. ഈ കാണുന്നതും ദീപാവലി ഒരുക്കത്തിനായി തയ്യാറെടുക്കുന്ന തമിഴ്നാട് ജനതയുടെ വിവിധ ദൃശ്യങ്ങളാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നു. ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങുന്നില്ല. ചിത്രീകരിക്കാനാണെങ്കിൽ ഒരുപാട് ഏരിയകൾ ചിത്രീകരിക്കാനുണ്ട്. പക്ഷേ മഴ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. മഴയുടെ ശക്തി കൂടി. എന്നാൽ തമിഴ് ജനതയാകട്ടെ, മഴയല്ല തുഫാൻ വന്നാൽ പോലും ഞങ്ങൾ ദീപാവലി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിൽ നിന്നും ഒട്ടും പുറകോട്ടില്ല എന്ന അവരുടെ ദൃഢപ്രതിജ്ഞ ഓരോരുത്തരുടെയും മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ദീപാവലി ഒരുക്കത്തിൻ്റെ കാഴ്ചകൾക്കൊപ്പം ദീപം FIS ചാനൽ, ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ
നിർബന്ധമായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മാന്യമായ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.